ഓ മൈ ഗോഡ്, നാളെ 2 പരീക്ഷണല്ലേ. ടെൻഷൻ. ബ്ലഡ് പ്രഷറൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രഷർ, അതൊരു പ്രഷറാണ്. ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ്, അത് ആർട്ടറിയിലാണ് അനുഭവപ്പെടുക, അതായത് രക്തധമനികളിലാണ് എന്ത് ചെയ്യുക, അത് അനുഭവപ്പെടുക. എപ്പോഴാണെന്ന് ചോദിച്ചാൽ വെൻ ദ ഹേർട്ട് കൺട്രാക്ട്സ് ആൻഡ് റിലാക്സസ്, ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ഉണ്ടാകുന്ന രക്തധമനികളിൽ അനുഭവപ്പെടുന്ന ഒരു മർദ്ദമാണ് ഇത് രക്തസമ്മർദ്ദം. അപ്പോൾ ഹൃദയം സങ്കോചിക്കുക എന്ന് പറഞ്ഞാൽ സിസ്റ്റോൾ ആണ്, ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഡയസ്റ്റോൾ ആണ്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, സിസ്റ്റോളിൻ്റെ സമയത്തും ഡയസ്റ്റോളിൻ്റെ സമയത്തും ഉണ്ടാകുന്ന പ്രഷറാണ് എന്ത്, ബ്ലഡ് പ്രഷർ. അല്ലെങ്കിൽ ഹൃദയം കോൺട്രാക്ട് ചെയ്യുമ്പോഴും ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴും ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രഷറാണ് അല്ലെങ്കിൽ സമ്മർദ്ദമാണ് എന്ത്, രക്തസമ്മർദ്ദം. അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ഡ്യൂറിംഗ് ദ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് വെൻ ദ ഹേർട്ട് കോൺട്രാക്ട്സ് ആൻഡ് റിലാക്സസ്. അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഏതെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് പരീക്ഷയ്ക്ക് എഴുതി കൊടുക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എത്ര എന്നുള്ളതാണ് ചോദ്യം. 120/80 mmHg അതിൻ്റെ ഒരു യൂണിറ്റ് ആണ്. ദ നോർമൽ ബ്ലഡ് പ്രഷർ ഓഫ് ആൻ ഹെൽത്തി പേഴ്സൺ ഈസ് 120/80 mmHg. ഇതിനേക്കാൾ കൂടി വിചാരിക്കുക, ഇതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അത് ഹൈപ്പർ ടെൻഷൻ. ബ്ലഡ് പ്രഷർ റേസിംഗ് എബോവ് ദ ലെവൽ ഈസ് നോൺ ആസ് ഹൈപ്പർ ടെൻഷൻ. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞു, അതെന്ത് ടെൻഷൻ, ഹൈപ്പോ ടെൻഷൻ. ലോവറിംഗ് ദ ബ്ലഡ് പ്രഷർ ഈസ് കാൾഡ് ഹൈപ്പോ ടെൻഷൻ, മറ്റേത് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇവിടെ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്നുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. സി യു സൂൺ.